കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേരാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം വിദ്യാലയങ്ങളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള BJPയുടെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കലാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്തിനാണ് 10-12 മാസം മുമ്പേ കത്തെഴുതി കേന്ദ്ര സർക്കാരിന് സമ്മതം കൊടുത്തത് എന്ന് കേരളത്തോട് വിശദീകരിക്കാൻ CPIM സന്നദ്ധമാകണം. ഇത് CPIM BJP ഒരു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഡീലുകളുടെ തുടർച്ചയായിട്ട് മനസ്സിലാക്കുന്നത് കൂടിയുണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. കേരളത്തിലെ SFI എല്ലാ കാലത്തും വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയാണ്. എന്താണ് SFI നേതൃത്വം ഇതിൽ നിലപാട് വിശദീകരിക്കാത്തത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ പോലും തടഞ്ഞുവെച്ച് ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെയും ഫ്രട്ടേണിറ്റി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 25-ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസ്, കളക്ടറേറ്റ്, വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ, മണ്ഡലം തല പ്രതിഷേധങ്ങൾ, ക്യാമ്പസ്, സ്കൂൾ യൂണിറ്റുകളിൽ പ്രതിഷേധങ്ങൾ, ഒപ്പുശേഖരണം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM സാബിർ, സംസ്ഥാന സെക്രട്ടറി മുനീബ് എലങ്കമൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.